എന്നെക്കാളും കൂടുതൽ ജീവിച്ചത് ഇതാണ്. കംപ്ലൈന്റ് ഞാൻ എണിച്ച് വരുന്നതോ ഞാൻ എണിച്ച് പോണതൊന്നും മൂപ്പര് അറിയില്ല. പക്ഷെ തപ്പി രാവിലെ എടുക്കുന്നത് ഇതാണ്. അതൊരു സിനിമാറ്റിക് വിഷയമാണ്. എന്റെ പട്ടാളം വിട്ടിട്ട് വന്നതിന്റെ മെയിൻ റീസൺ പറഞ്ഞത് അനി നമുക്ക് ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടില്ല. പറ്റിച്ചതാണ്. വന്ന് കാല് കൊത്തി നേരെ പോയത് പ്രിയേട്ടന്റെ സ്റ്റുഡിയോയില. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പ്രിയന്റെ കാക്കയൊക്കെ വെച്ചു കൊടുത്ത്. പക്ഷെ ഭാര്യ അറിയാതെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ച ഫോട്ടോ, അതാണ് ടൈറ്റിൽ. അച്ഛന്റെ അല്ലേ, എന്റെ ഗേൾഫ്രണ്ടിന്റെല്ലോ. നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. സ്റ്റേറ്റ് അവാർഡ് കൈ കിട്ടുക എന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. 10ാം ക്ലാസ്സിൽ മലയാളം തോറ്റ വ്യക്തി. അപ്പൊ എന്റെ മലയാളം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സ്റ്റേറ്റ് അവാർഡ് തിരക്കഥയ്ക്ക്. പക്ഷെ അതൊരു കഴിഞ്ഞ ഫേസ്. കാലെന്നൊന്ന് ഉറച്ചോ നീ മനുഷ്യർ ഓടിപ്പോയി, പിന്നെ മറന്നു. ചിലപ്പോ പറയും ശരി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. എനിക്ക് തോന്നും ചിലപ്പോ ഫിറ്റ് ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആടിയൊക്കെ പോകുന്നില്ല, എന്നിട്ട് മറിയുന്ന വീഴുന്ന. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കും, എപ്പോഴും ഞാൻ ചെയ്യും കേട്ടോ. ഞാനും തുടങ്ങിയിട്ടില്ല. അപ്പൊ മേജർ നമുക്ക് രണ്ടാളും കൂടെ രണ്ടാൾക്കും ഇരുന്നിട്ട് നമുക്ക് അടിച്ച് ഇച്ചിരി വൈൻ കൊടുത്തു. ഇതെങ്കിലും ഒരു സിപ്പ് അടിക്കും. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു, 3-4 സിപ്പ് അടിച്ചു. അടിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ചിരിക്കും. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, മൂപ്പരെ ഞാൻ ചിരിക്കണ കണ്ടിട്ടില്ല. ഡെയിലി പറയും ഫ്രണ്ട്സിന് കുറച്ച് വൈൻ കൊടുക്കണേ, കള്ളു കുടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കള്ളു കുടിച്ച് കഴിഞ്ഞ് ഫിറ്റ് ആയിട്ട് അമ്മയെ കയറി അടിച്ചു അത്ര ഒരു ദിവസം. അയ്യോ അത് രവി സാർ, ഞാൻ ആ ഡേറ്റ് ഒക്കെ വേറെ ആൾക്കാർ കൊടുത്തു. ഞാൻ കരയെന്നുള്ള ലെവലിലായി. അപ്പോഴത്തേക്കും ലാലിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ഈ സമയത്ത് ലിസി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആ സർക്കിള്, കോയമ്പേട് സർക്കിളുണ്ട്, അവിടെ ഇരുന്ന് രാത്രിയിൽ വെള്ളം എടുത്ത് മുഖമൊക്കെ കഴുകി കണ്ണൊക്കെ റെഡിയാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത്. മുസ്ലിംസ് കെട്ടുന്ന രക്ഷ എന്ന് പറയില്ലേ, ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ഞാൻ എൻ്റെ പേഴ്സണകത്ത് എൻ്റെ അച്ഛൻ്റെയും ഫോട്ടോൻ്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്. മേജർ രവി സാറും അനിത മാമുമാണ് നമുക്കപ്പോൾ. ഹായ്. ഹലോ. അനിത രവീന്ദ്രൻ എന്നുണ്ടോ? ഇല്ല, അനിത രവി. അത്രയും മതി. അധികം തലയിൽ കയറ്റണ്ടെന്നാണ് വിചാരം. ശരിയാ, പകുതി എടുത്തോളൂ. അങ്ങനെ മതി തീരുമാനിച്ചു. ഈ കുറച്ചൊന്ന് സോഫ്റ്റ് ആയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒത്തിരി സോഫ്റ്റ് ആയി, കുറച്ചല്ല. പഴയ വെടിവെച്ചുകളില്ല. ഇപ്പൊ തോക്ക് മനസ്സിൽ മാത്രമേ ഉള്ളൂ, പുറത്തില്ല. അടിപൊളിയല്ലേ? രണ്ടു വശത്തും നിൽക്കുന്നത് മനുഷ്യരാണെന്നുള്ളതും ഈ പിക്കറ്റ് 43 പറഞ്ഞു. അപ്പോൾ ഈ പിക്കറ്റ് 43 ശേഷം ഞാൻ മേജറിനെ കാണുന്നത് വേറൊരാളായിട്ടാണ്. കാരണം അതുവരെ പറഞ്ഞിരുന്ന NSG ഓപ്പറേഷൻസ്, അതുവരെ കിട്ടിയ അനുഭവങ്ങൾ, കണ്ടകാറ് എല്ലാം കൂടെ ചേർത്തിട്ട് പല സിനിമകളും നമ്മൾ കണ്ടപ്പോഴും പിക്കറ്റ് 43 പോലെ ഒരു കാവ്യാത്മകമായ സിനിമ, ഒരു പൊയറ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ പാട്ടുകൾ പോലും ഇപ്പം ഈ അടുത്ത് രാജീവ് നായർ മഞ്ഞോർമ്മകൾ ജലമൗലമായി, അസാധ്യമായ പാട്ടാണ്. അതിൽ മാരിമഴ മാഞ്ഞു പോയി എന്ന് പറയുന്ന പാട്ടും കാട്ടാക്കട മുരുകൻ എഴുതിയതാണ്. അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കാവ്യാത്മകമായ സിനിമയായിരുന്നു. ഈ സിനിമകളെ കുറിച്ച് പറയുമ്പോഴും ഈ മേജറിൻ്റെ ഒരു മാറ്റം നോക്കുമ്പോഴും ഒക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നിരിക്കും. മേജർ ഇങ്ങനെ മാറി മാറി വരുന്നതും ആ പട്ടാള ചിട്ടയിൽ നിന്ന് മാറി. പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോഴും സമയം നോക്കുന്നുണ്ടായിരുന്നു, എന്നെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫേസസ് ഇറ്റ് ഹസ് ചേഞ്ച്ഡ്. അത് റൈറ്റ് ഫ്രം ഹിസ് ബിഹേവിയർ, പിന്നെ ഹിസ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്. ബിക്കോസ് അന്ന് ഇറ്റ് വാസ് ലൈക്ക് one shot. It was only the enemy and whatever it is towards the nation. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. Now he sees a lot of other perspective of life. Life is much more different than what he was seeing all the time. ആർമിയിൽ കണ്ട ലൈഫ്. അപ്പോൾ അതിന്ന് he has become a much more sober, much more practical. It is not that he was not practical. He was always a very practical man. പക്ഷെ അതിന്ന് ഒത്തിരി മാറ്റം വന്നിട്ട് he has become a much contented man, I feel. He now realizes ജീവിതം ഇതൊക്കെയാണ്. പക്ഷെ when the time comes to again attack, he's again ready. അത് പിന്നെ ബ്ലഡിൽ ഉള്ളതുകൊണ്ട് അത് പോവില്ല. പാട്ടുകളെ കുറിച്ച് ഒരു നല്ല ഏരിയ ആണ്. ഒരു ഫൈറ്റൊക്കെ നമ്മൾ മേജറിൻ്റെ പടങ്ങളിലാണ് ആദ്യമായിട്ട് കാണുന്നത് ഒരു പക്ഷേ അത്തരം ഫൈറ്റ്സൊക്കെ. പക്ഷേ എങ്കിലും അതിൻ്റെ ഉള്ളിലും ഇത്തരം നല്ല പാട്ടുകളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ലാത്ത പാട്ടിലേക്ക് എത്തും. മാം എങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഏരിയയിൽ ആസ്വദിച്ചത്? ഞാൻ ബേസിക്കലി സോങ് ലവറാണ്. ഞാനൊരു ഗസൽ ലവറാണ്. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വേർഡ്സ് ദാറ്റ് വിൽ ക്രിയേറ്റ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സിനിമാറ്റിക് വേർഷൻ അല്ലാതെ ഐ സീ ദി സ്ട്രെങ്ത് ഓഫ് ദ വേർഡ്സ്, ദ ലിറിക്സ് ദാറ്റ് ഹസ് ബീൻ യൂസ്ഡ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഐ തിങ്ക് ഹി ഈസ് ഗിവൻ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്
നമ്മൾ സാധാരണ നമ്മൾ കാണുമ്പോൾ നമുക്ക് മൂളിപ്പാട്ട് പാടാം, ബാക്കിയുള്ള സോങ്സ് ഒക്കെ നമുക്ക് പാടാം. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ഇപ്പോഴും നമ്മുടെ നമ്മുടെ മിഷൻ 90 ഡേയ്സിന്റെ പാട്ട് അത് വരുമ്പം, പിന്നെ കീർത്തി ചക്രയുടെ ചില പാട്ട്, ആ ഡെഡ് ബോഡി വരുമ്പോൾ ഒരു പാട്ടുണ്ട്, അത് ഇപ്പോഴും ഞാൻ എവിടെ, അത് കാറിലായാലും പബ്ലിക്കിലായാലും ആ പാട്ട് വന്നാൽ ഞാൻ കരയും. അത് കീർത്തിചക്രയല്ല, മിസ്റ്റേക്ക് ആണ്. സോറി, കുരുക്ഷേത്ര ഒരു യാത്രാമൊഴിയോടെ ബിജുമേനോൻ മരിച്ചു വരുന്ന സീക്വൻസിൽ അത് ദാറ്റ് ഈസ് എ വെരി വെരി ഡിഫിക്കൽട്ട് സോങ് ടു ഹോൾഡ് ഓൺ ടു. അത് എപ്പോൾ ആ പാട്ട് വന്നാലും പൊട്ടിക്കരയും. ഇതിനകത്ത് ഗിരീഷുമായിട്ട് ഞാൻ വഴക്കടിച്ചു. കാലത്ത് ഞാൻ ചെന്നപ്പോൾ ഗിരീഷ് എവിടെതാ പാട്ട്, അപ്പോൾ സിദ്ധാർത്ഥാണ് മ്യൂസിക് ഡയറക്ടർ. ഫസ്റ്റ് ടൈം ചാൻസ് കൊടുത്താണ്. അത് രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ ഇൻചാർജ് ആയിരുന്ന DIG, പിന്നീട് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള DG ആയിരുന്ന RV രാജു സാറിൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവന് ചാൻസ് കൊടുത്താണ്. അപ്പോൾ അവൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഗിരീഷും വെച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞ കാലത്ത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷ് ഇത് സുഖമായിട്ടില്ല മോനാണ്, എനിക്ക് ആ യാത്ര പറച്ചിലിൻ്റെ ഒരു ഫീല് വേണം. അവസാനം അവൾ പറയണം എല്ലാറ്റിനും മാപ്പ്, പക്ഷെ ഞാൻ കാത്തിരിക്കാം, ഇനിയൊരു ജന്മം അല്ല 7 ജന്മം വേണം എനിക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു യാത്രാമൊഴിയോടെ ഫൈൻ. ലാസ്റ്റ് മറ്റവളുടെ സൈഡ്, ഹീറോയിൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഞാൻ കാത്തിരിക്കാം, 7 ജന്മം ഞാൻ കാത്തിരിക്കാം എന്നുള്ളതാണ്. അതെന്തൊക്കെ 7 ജന്മം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാസം ഒക്കുന്നില്ല. ഇങ്ങനെ ഞാനും ഗിരീഷുമായിട്ട് ഹീറ്റഡ് ആർഗ്യുമെൻ്റായി. അവൻ പറഞ്ഞ ഇതിലെന്താ കുറ്റം, എന്താ അവനെന്താ തിരിച്ചു പോകണം, ഞാനാണെങ്കിൽ വിടുന്നില്ല. അവസാനം 1-2 പറഞ്ഞ് വഴിയായി അവൻ തന്ന് ഞാൻ കീറിക്കളഞ്ഞ്, അതിൻ്റെ മുകളിൽ പ്രശ്നമായി, ആടി പിടിയൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നു, നിങ്ങളൊന്ന് പുറത്ത് പോവുക, 2 സിഗരറ്റ് പിടിച്ചിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു 2 അല്ല 4 വേണമെങ്കിൽ ഞാൻ വലിക്കാം, പക്ഷെ എനിക്കത് വേണം ഗിരീഷ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല കേട്ടോ, 7 മണിക്കുള്ള മദ്രാസ് മെയിൽ നീ പിടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് പോകുന്നു. പുറത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ ഓടി വന്നു, സാർ നല്ല രസമുണ്ട് സാർ, നിനക്ക് പോലും മനസ്സിലായിടാന്ന് വെച്ചു, പക്ഷെ കേൾക്കാൻ ഭയങ്കര രസമുണ്ട് സാർ. ചെന്ന് പാടുന്നു. അങ്ങനെ സിദ്ധാർത്ഥ് ഇത് പാടി കേൾപ്പിക്കുകയാണ്. കാത്തിരിക്കാം കാത്തിരിക്കാം 7 ജന്മം എന്നുള്ളതല്ല, 7 കാതര, ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. നമുക്കറിയില്ല അത് എന്താണെന്നല്ല, പക്ഷെ എനിക്കറിയാം അവിടെ എന്തൊരു സംഭവം ഉണ്ട്. അങ്ങനെ 7 കാതര ജന്മം ഞാൻ കാത്തിരിക്കാം എന്നുള്ള ആ വരി കിട്ടിയപ്പം ഞാൻ അതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ്, ഇനി വയ്ക്കാമെന്ന് ചെയ്യുന്നത്. അന്ന് ഞാൻ പോണില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമായിരുന്നു ഗിരീഷായിട്ട്. മനസ്സിലായി. അപ്പം ഗിരീഷിൻ്റെ ഒരു പാട്ട് പിന്നീട് അത് രതിനിർവേദത്തിനകത്ത് ജയചന്ദ്രൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതാണ് നീലാംബരി എന്നുള്ളൊരു ആ പാട്ട്. അത് ആക്ച്വലി നമ്മൾ മാടങ്കുലിക്ക് വേണ്ടി എഴുതിപ്പിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതാണ് അതിലേക്ക് പോയത്. സോ അങ്ങനെ ഗിരീഷായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെന്ന് പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊച്ചിൻ അനീഫ്ക, ഇന്നോട്ടൻ, ഫൈൻ ഒരു പടത്തിലേ ഉള്ളൂ, പക്ഷേ കൊച്ചിൻ അനീഫ്ക 3 പടങ്ങളിലും മരിക്കുന്നവരേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗിരീഷ്, പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ചെറിയ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെയൊക്കെ നിങ്ങളറിയാതെ നമ്മളിരുന്ന് കരയുന്നുണ്ട്. അതെ. അനീഫ് ഖാനെ ഞാൻ കാണാൻ പോയില്ല, കാരണം എന്നോട് പറഞ്ഞു അനീഫ് ഖാനെ നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഫ്യൂണലിൻ്റെ അവിടെ പോകും, പക്ഷെ ഞാൻ കാണില്ല. കാരണം എന്താ വെച്ചാൽ അനീഫ് ഖാൻ എന്ന് പറയുന്നത് ആ സേതുമാധവൻ്റെ കൂടെ നടക്കുന്ന, ആ കത്തിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന, ഇതാണ് എൻ്റെ മനസ്സിനകത്ത് ഇന്നും നിൽക്കുന്ന അനീഫ് ഖാൻ. ആ ഒരു ടഫ്നെസ്സും കാര്യമായിട്ട്. അനീഫ് ഖാൻ അവസാന കാലങ്ങളിൽ ഈ ലിവറിൻ്റെ പ്രശ്നം വന്ന് വളരെ അങ്ങ് ചെറുതായിപ്പോയി, പിന്നെ അത്രയും ശോഷിച്ചു പോയത് എഴമോട് സീൻ. ഇതേപോലെ പിക്കറ്റ് 43 ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ച്മേറ്റ്, അന്ന് അവിടെ ബ്രിഗേഡിയർ പ്രമോദ്, നല്ല ടഫ് കമാൻഡോ, 2 വർഷത്തിനകത്ത് പെട്ടെന്ന് ഞാൻ അറിയുന്ന, അവൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, കേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഇൻറ്റസ്റ്റൈനിൽ ഒരു ക്യാൻസറിൻ്റെ ഇതുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് അവൻ പറയുന്നത്. പക്ഷെ 3 മാസത്തിൽ പാവം പെട്ടെന്ന് ഡിറ്റോറിയേറ്റഡായി. അങ്ങനെ സെപ്റ്റംബർ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ടെഡെക്സിൻ്റെ സ്പീച്ച് നടത്താൻ വേണ്ടി ലക്നൗവിൽ പോയിട്ടാണ്, വാരണാസിയിൽ. അവിടുന്ന് പെട്ടെന്ന് കോൾ വന്നു, ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലെത്തുന്നു. ഡൽഹി എടുത്തപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് പറയുന്നു ഉണ്ണി, ഇപ്പം ജനറലായിട്ട് ഇപ്പം ഇന്നലെ റിട്ടയർ ആയിട്ടുണ്ട്. ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞു, രവിയുടെ കാണാൻ വയ്യണം, അവൻ അത്രയും ചെറുതായിരിക്കുന്നു.
അപ്പോൾ എൻ്റെ കൂടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന പ്രമോദിനാണ് എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും. ഞങ്ങളിങ്ങനെ ടഫായിട്ട് നിൽക്കുന്ന ഈ പിക്കറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നു. ഞാൻ അവനെയും പിന്നെ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ആ പ്രമോദ ടഫായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ചില കൺസെപ്റ്റ് ഉണ്ടാകും. ചിലർ വിചാരിക്കും എൻ്റെ മരിച്ചിട്ട് കാണാൻ പോലും ഇല്ല. എൻ്റെ മനസ്സിലിരിക്കുന്ന ആളല്ല അവിടെ കിടക്കുന്നു. അതെ